ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് മസാല റെസിപ്പി ആയിട്ടാണ്. കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കിയ ഒരു സോയാ ചങ്ക്സ് മസാലയാണ്. അപ്പോൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 2 കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ 10-15 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ 1-2 തവണ കഴുകി ആ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്തു. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുന്നേ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട് സോയാ ചങ്ക്സ് വെച്ചിട്ട്, അതിൽ കാണിക്കുന്നുണ്ട് സോക്ക് ചെയ്ത് വെച്ചതൊക്കെ. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 7-8 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 അല്ലി വെളുത്തുള്ളി ചേർക്കാം ചതച്ചിട്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, അതും 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയൊക്കെ മതിയാവും. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതൊരു നാടൻ റെസിപ്പിയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ചേർക്കണം. സവാള ഞാനിവിടെ 2 സവാളയാണ് ചേർക്കുന്നത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ 1 ചേർത്താലും മതിയാവും. അപ്പോൾ സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ നേരത്തെ കുക്കറിൽ സോയാ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇത് മാത്രമല്ല, തക്കാളിയും വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഒരു തക്കാളിയാണല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു തക്കാളിയുടെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ ഒരു പാകത്തിൽ വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സവാളയും ഒക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളകിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ നേരത്തെ കാശ്മീരി ചില്ലിയാണല്ലോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അത് കൂടുതലൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സോയ ചങ്ക്സിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോൾ ഇത്രയും റോസ്റ്റ് എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം.
സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു കളറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. മറ്റുള്ള സോയ ചങ്ക്സ് റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്